പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ പഴികേട്ട ഒരു വകുപ്പായിരുന്നു ആഭ്യന്തര വകുപ്പ് എങ്കിൽ ഈ സർക്കാരിന്റെ ഭരണകാലത്ത് ഒരുപാട് കയ്യടി നേടുന്ന ഒരു വകുപ്പായി ആഭ്യന്തര വകുപ്പ് മാറും. സംസ്ഥാനത്ത് അഴിമതി തുടച്ചു നീക്കാൻ സർക്കാർ പ്രോജക്ട് സീറോ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് കഴിഞ്ഞ ദിവസം പ്രോജക്ട് സീറോ പദ്ധതി പ്രഖ്യാപിച്ചത്. ജനങ്ങളുടെ സഹകരണത്തോടെ അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് വിജിലൻസ് ശ്രമം. അഴിമതി നടന്നതിനു ശേഷം നടപടി സ്വീകരിക്കുന്നതിനു പകരം അഴിമതിയുടെ സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കി തടയാനും നടപടിയുണ്ടാവും. സർക്കാർ സേവനങ്ങൾക്ക് പണം നൽകുന്നത് ജനം അവസാനിപ്പിക്കണമെന്നും അഴിമതിക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ധൈര്യപൂർവ്വം കൈമാറണമെന്നും വിജിലൻസ് ആസ്ഥാനത്ത് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. വകുപ്പുകളിലും സഹകരണ മേഖലയിലും വിജിലൻസ് സാന്നിധ്യം ശക്തമാക്കും. ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി വേഗത്തിൽ ലഭ്യമാക്കാൻ വകുപ്പ് മേധാവികളുമായി ചർച്ച നടത്തും. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ നിരീക്ഷണത്തിലാക്കും. അഴിമതിയെക്കുറിച്ച് ജനം ഇതുവരെ പുറത്തു പറയുന്നില്ല. പലർക്കും ഭയമാണ്. അത് അഴിമതിക്കാർക്ക് പ്രോത്സാഹനം ആകുന്നു. ഡിജിറ്റൽ അഴിമതിയും ഫലപ്രദമായി നേരിടുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. അഴിമതിയുടെ പ്രതീകാത്മക ചങ്ങല മുറിച്ചാണ് പ്രോജക്ട് സീറോ പദ്ധതി മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം അധ്യക്ഷത വഹിച്ച സ്നേഹാദരവ് ചടങ്ങിൽ വിരമിക്കുന്ന ഉദ്യോഗസ്ഥരെ മന്ത്രി ആദരിച്ചു. പ്രോജക്ട് സീറോ പദ്ധതിയുടെ പ്രകാശനവും നിർവഹിച്ചു. മന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ് എ ഹേമചന്ദ്രൻ, വിജിലൻസ് IG തോംസൺ ജോസ് എന്നിവരും പങ്കെടുത്തു. ഡിജിറ്റൽ കാലഘട്ടത്തിൽ പുതിയ രീതിയിലുള്ള അഴിമതികളെ ഫലപ്രദമായി നേരിടുന്ന രീതിയിലുള്ളതാണ് ഈ പദ്ധതി. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി അഴിമതി വീഡിയോകൾ പകർത്തി വിജിലൻസിന് കൈമാറുന്നവർക്ക് 5000 രൂപ പാരിതോഷികം നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ആർക്കു വേണമെങ്കിലും ദൃശ്യം പകർത്തി പോർട്ടലിൽ നൽകാം. തെളിവുകൾ പരിശോധിച്ച് ഉറപ്പിച്ച ശേഷം പാരിതോഷികം നൽകും. അറിയിക്കുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കും. അഴിമതി പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വിസിൽ ബ്ലോവർമാർക്കും സംരക്ഷണമുണ്ടാവും. അഴിമതി അറിയിക്കാൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കും. ജനങ്ങൾക്ക് അഴിമതിക്കാരുടെ വിവരങ്ങൾ അറിയിക്കാൻ മൊബൈൽ ആപ്ലിക്കേഷനും വെബ് പോർട്ടലും സജ്ജമാക്കും. 24 മണിക്കൂറും ഡിജിറ്റലായി പരാതിപ്പെടാം. 2 പരാതികൾ വിശകലനം ചെയ്യുന്നതിനും ദുരൂഹ ഇടപാടുകൾ കണ്ടെത്തുന്നതിനും അഴിമതിക്കാരുടെ മുഖം തിരിച്ചറിയാനും അഴിമതി രേഖകൾ കണ്ടെത്താനും AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. സൈബർ വിജിലൻസ് യൂണിറ്റും QR അധിഷ്ഠിത റിപ്പോർട്ടിംഗും ഇന്റഗ്രേറ്റഡ് കേസ് മാനേജ്മെന്റ് സംവിധാനവും ഒരുക്കും. കമ്മ്യൂണിറ്റി വിജിലൻസ് വോളണ്ടിയർമാരെയും സജ്ജമാക്കും. സമൂഹ മാധ്യമ ക്യാമ്പയിനുകളും ക്യാമ്പസുകളിൽ അഴിമതി വിരുദ്ധ ക്ലബ്ബുകളും ഉണ്ടാകും. വകുപ്പുകളിൽ റിസ്ക് ഓഡിറ്റുകൾ നടത്തും. പർച്ചേസ് കൂടുതൽ സുതാര്യമാക്കും. 5 വർഷത്തിനിടെ പിടിയിലായത് 1564 ഉദ്യോഗസ്ഥർ. 5 വർഷത്തിനിടെ അഴിമതി കേസിൽ വിജിലൻസിന്റെ പിടിയിലായത് 1564 ഉദ്യോഗസ്ഥരാണെന്നും വെളിപ്പെടുത്തി. 734 കേസുകളാണ് ഇവർക്കെതിരെയുള്ളത്. ഇവരിൽ നിന്ന് അധിക പിഴ, റോയൽറ്റി, നികുതി തുടങ്ങിയ ഇനങ്ങളിൽ 13,72,06,764 രൂപ ഈടാക്കി. കഴിഞ്ഞ വർഷം 57 കേസിൽ 62 ഉദ്യോഗസ്ഥരാണ് അറസ്റ്റിലായത്. റവന്യൂ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ, 20 പേർ. നിലവിൽ അഴിമതിക്കാരായ 700ഓളം ഉദ്യോഗസ്ഥർ വിജിലൻസ് നിരീക്ഷണത്തിലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.